വിചാരിച്ച് നടത്താമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ സമരം വൈകാരികമായ സമരമാണ്. ഈ സമരം തീക്ഷ്ണമായ സമരമാണ്. 7 മാസക്കാലം ഞങ്ങൾ ആരും ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല. ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടില്ല. ഞങ്ങളെല്ലാം കടിച്ചമർത്തുകയാണ്. മുഖ്യമന്ത്രി എന്ന് പോയ മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്ത് നിന്ന് മുഖ്യമന്ത്രി പോയത് പ്രധാനമന്ത്രി പോകുന്ന ദിവസം പോയതാണ്. ഇതുവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. അവർ അതിൽ നിന്നാണ് തീരുമാനമെടുക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ, ആവലാതികൾ, കാർഷിക ഭൂമി, കാർഷിക വിളകൾ, അവരുടെ ജീവനോപാധി, അവരുടെ കടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ. 7 സെന്റ് ഭൂമിയാണ് അനുവദിച്ചത്. ദുരന്തബാധിതർ പറയുന്നു 10 സെന്റ് വേണം. NDMA ആക്ട് പറയുന്നു അവരുമായി ചർച്ച ചെയ്യണം. അങ്ങനെ നടത്തുന്ന ഒരു സമരം, ആ സമരത്തെ കുഴപ്പത്തിലാക്കി ജീവനക്കാരെ ഉള്ളിൽ കയറ്റാൻ ബോധപൂർവമായ ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന്. ആ ശ്രമം നടക്കില്ല. ദുരന്തബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമര, അവരുടെ വൈകാരിക സമര, ആ സമരത്തെ പൊളിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അരുൺകുമാർ MLA ടി സിദ്ദിഖ് പറഞ്ഞതനുസരിച്ച് സമരത്തെ പൊളിക്കാനായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ജീവനക്കാരെ അകത്തേക്ക് കയറ്റി വിട്ടത്. സിനോജ, ഇപ്പോൾ ദുരന്തബാധിതരായവർ UDF പ്രവർത്തകർക്കൊപ്പം ഉപരോധിക്കുകയാണ്. ഏറെക്കുറെ 2 ഗേറ്റുകളും പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണോ സമരക്കാർ? അരുൺകുമാർ, വയനാട് കളക്ടറേറ്റിൽ 2 പ്രധാന ഗേറ്റുകളും ഒരു ചെറിയ ഗേറ്റുമാണ് ഉള്ളത്. ആ 3 കവാടങ്ങളും പൂർണ്ണമായും രാവിലെ മുതൽ 6 മണി മുതൽ തന്നെ ഉപരോധിച്ചിരിക്കുകയാണ്. ജീവനക്കാരും തന്നെ അകത്തേക്ക് കയറ്റാതെയായിരുന്നു ഉപരോധം. ഇതിനിടയിലാണ് 2ാമത്തെ ഗേറ്റ് വഴി 2 ജീവനക്കാർ അകത്തേക്ക് കടന്നു. അത് പോലീസ് സഹായത്തോടെ അകത്തേക്ക് കടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ 1ാം ഗേറ്റിന് എവിടെയും ഒരാൾ അകത്തേക്ക് കയറി എന്നൊരു പ്രശ്നം രാവിലെ ഉണ്ടായിരുന്നു. നിരവധി ജീവനക്കാർ പുറത്ത് ഇപ്പോഴും കാത്തു നിൽപ്പുണ്ട്. അകത്ത് കയറാൻ കഴിയാതെ ഓഫീസ് ടൈം ആകുന്നു, 10 മണിയാകുന്നു. അതുകൊണ്ട് തന്നെ കളക്ടറേറ്റിലെ ജീവനക്കാരൊക്കെ ജോലിക്ക് വേണ്ടി എത്തുന്നുണ്ട്. പക്ഷേ ജീവനക്കാരെ പ്രവേശിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചാൽ ഒരു സംഘർഷാവസ്ഥയുണ്ടാവും എന്നുള്ളതാണ് സർക്കാർ പോലീസ് സംവിധാനം. ദുരന്തബാധിതരായ മനുഷ്യരുടെ കാര്യത്തിൽ അനുഭാവപൂർവമായ ഒരു നിലപാടെടുക്കണം. ഒരു വലിയ സംഘർഷം ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിൽ അനുഗുണമല്ല. അത് സർക്കാരിനും പോലീസിനും ഭൂഷണമല്ല. അത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും ഗുണകരമല്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.